നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ മാർവലിൻ്റെ ഫേസ് 5 വന്നിട്ടുള്ള സീരീസുകളെ കുറിച്ചും പടങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഏതൊക്കെ നന്നായി ഏതൊക്കെ മോശമായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാർവലിൻ്റെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഫേസ് 4 വന്നിട്ടുള്ള പടങ്ങളും സീരീസുകളെ കുറിച്ചാണ്. അതായത് ഫേസ് 4 കുറച്ചധികം നല്ല സാധനങ്ങളും വളരെ മോശം സാധനങ്ങളും ഉള്ളത്. സോ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മുടെ വാണ്ട വിഷൻ. ആക്ച്വലി ഇൻഫിനിറ്റി വാറിൽ നമ്മുടെ വാണ്ട താനോസിനെ തന്നെ തടഞ്ഞു ഒറ്റ കയ്യിൽ താനോസിനെ തടഞ്ഞു നിർത്തിയിട്ട് ഒരു കയ്യിൽ മറ്റേ മൈൻഡ് സ്റ്റോണും ബ്ലാസ്റ്റ് ചെയ്യുന്നൊരു സീനുണ്ട്. അതിനുശേഷം എൻ ഗെയിമിൽ താനോസിനെ ഓൾമോസ്റ്റ് ഈ വാണ്ട തന്നെ ഒറ്റയ്ക്ക് ഏതാണ്ട് കൊല്ലാൻ തന്നെ പോയി. അങ്ങനെ പുള്ളി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് റെയിൻ ഫയർ ഒക്കെ ചെയ്തിട്ട് രക്ഷപ്പെടുന്നത്. അതിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലായിട്ട കാര്യമാണ്, അതായത് എത്രത്തോളം സൂപ്പർ ഓവർപവർഡാണ് ഈ വാണ്ട എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന്. സോ അങ്ങനെ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് ഒരു സീരീസ് വരുമ്പോൾ ഈ ക്യാരക്ടറിൻ്റെ പവേഴ്സ് കൂടുതലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുക. ചുരുക്കം പറയുകയാണെങ്കിൽ ഈ ഒരു ഷോ അത്ര മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ലൊരു ഷോ തന്നെയാണ്. പക്ഷേ ഇതിൽ നമ്മളെ ഓഡിയൻസിനെ തന്നെ ഒരു പൊട്ടനാക്കുന്ന ചില പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിലായിരുന്നു നമ്മുടെ ഫോക്സിനെ ഡിസ്നി വാങ്ങുന്നതൊക്കെ. അതായത് ഫോക്സ് യൂണിവേഴ്സും നമ്മുടെ എക്സ്മെൻസൊക്കെ ഒഫീഷ്യലി മാർവലിൻ്റെ കയ്യിലായി. അതായത് ഇനി എക്സ്മെൻസും അവഞ്ചേഴ്സ് മൂവീസിലൊക്കെ വരുന്നൊക്കെ പറഞ്ഞിട്ട് ഫാൻസൊക്കെ ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടിരിക്കുന്ന ആ ടൈമിലാണ് എക്സ്മെൻ യൂണിവേഴ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ക്വിക്ക് സിൽവറിനെ നമ്മുടെ ഫാൻസിനൊക്കെ ഒരു ട്രീറ്റ് കൊടുക്കുന്ന പോലെ ഈ വാണ്ട വിഷനിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ അവസാനം അത് അങ്ങനെയൊന്നല്ലെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ മുട്ടാപ്പൊക്കെ പറഞ്ഞിട്ട് പോയി. ചുമ്മാ ഒരു ഹൈപ്പിന് വേണ്ടി അങ്ങ് ഇട്ടതുപോലെ തോന്നിയത്. സീരീസിൻ്റെ തുടക്കവും അത്യാവശ്യം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരുന്നു. അതായത് നമ്മുടെ വാണ്ട ഫുൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു മൊത്തം സീരീസ് തന്നെ തുടങ്ങുന്നത്. പിന്നെ പതിയെ അത് കളറിലേക്ക് മാറുന്ന പോലെയൊക്കെ ഒരു ഡിഫറെൻ്റ് അപ്രോച്ച് ആയിരുന്നു. ഇതിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊത്തം സിറ്റീനെ തന്നെയാണ് നമ്മുടെ വാണ്ട കൺട്രോൾ എടുത്തിട്ട് അവിടെ ഹെക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാവരും മാറ്റിയിട്ടൊക്കെ ആ സിറ്റിയിൽ ജീവിക്കുന്നത്. ആ ടൈമിൽ ഏജൻസീസും നമ്മുടെ ജിമ്മിയൂവിനെ പോലുള്ളവരൊക്കെ അതിനെ ട്രാക്ക് ചെയ്തിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. ആ ടൈമിൽ നമ്മുടെ പവർഫുൾ അവഞ്ചേഴ്സൊക്കെ എവിടെ? എല്ലാം പോട്ടെ, റിയാലിറ്റിനെ തന്നെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് എവിടെ? വെറുതെ ഒന്ന് നാട് കാണാൻ വേണ്ടി വന്നാൽ നമ്മുടെ ലോക്കീനെ തന്നെ പിടിച്ച് വട്ടത്തിനുള്ളിലാക്കിയതാ പുള്ളി. ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ പുള്ളി എവിടെയായിരുന്നു? ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുക അപ്പോൾ പുള്ളി മൾട്ടിവേഴ്സ് ഓഫ് മാഡസിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടി പോയതല്ലേന്ന്. അല്ല, കാരണം ആ ടൈമിൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് അവിടെ തന്നെ ഉണ്ട്. കാരണം ഇതിന് ശേഷമാണ് ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡസ് ഒക്കെ നടക്കുന്നത് തന്നെ. പിന്നെ ഇതിൽ ഡിസ്മാൻഡിലായിട്ടുള്ള നമ്മുടെ വിഷൻ്റെ ബോഡി വെച്ചിട്ട് വൈറ്റ് വിഷനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതിൽ ആ വാണ്ട വിഷനിൽ പോയ നമ്മുടെ വൈറ്റ് വിഷനാണ് ഇപ്പോഴും നമ്മുടെ ഫേസ് 6 മൊത്തത്തിൽ ഇപ്പോൾ അവഞ്ചേഴ്സിൻ്റെ ആ സാഗ മൾട്ടിവേഴ്സ് സാഗ തന്നെ എൻ്റെ ആവറായി. ആ പുള്ളിക്ക് എന്താ പറ്റിയെന്ന് ഒരു അറിവുമില്ല. വിഷൻ ക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഷനെ ബേസ് ചെയ്തിട്ട് ഒരു സീരീസ് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അത് പ്രസൻറ്റേഷൻ സ്പെഷ്യൽ പ്രസൻറ്റേഷൻ ആക്കിയെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരു അറിവില്ല ഇപ്പോഴും. ഈ ഒരു സീരീസിലായിരിക്കും നമ്മുടെ വാണ്ട അവളുടെ മൊത്തം പവേഴ്സ് ആ സ്കാർലറ്റ് വിച്ചിൻ്റെ പവേഴ്സൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആ സ്കാർലറ്റ് വിച്ചിൻ്റെ പവേഴ്സൊക്കെ അവൾ അൺലോക്ക് ചെയ്യുന്നതും. സോ ചുരുക്കം പറയുകയാണെങ്കിൽ അത്യാവശ്യം മോശമൊന്നും പറയാനില്ല, നല്ലൊരു സീരീസ് തന്നെയാണ്. പിന്നെ അടുത്തൊരു TV ഷോ തന്നെയാണ്, അതായത് നമ്മുടെ ഫാൽക്കൺ ആൻഡ് ദ വിൻ്റർ സോൾജർ. ആക്ച്വലി ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓഡിയൻസിനൊക്കെ കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. കാരണം സിവിൽ വാറിലൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ബക്കിക്കും സാമനും തമ്മിൽ അത്രയ്ക്ക് അങ്ങോട്ട് ആവത്തില്ല. അങ്ങനെയുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാത്ത രണ്ടെണ്ണം എങ്ങനെയാണ് ഒരു സീരീസിൽ രണ്ടുപേരും ടീമപ്പായിട്ട് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇതിൽ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു കാര്യം കൂടി കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതായത് സൂപ്പർ സോൾജർ സീറം കിട്ടിയതുകൊണ്ട് മാത്രം ഒരാൾ ക്യാപ്റ്റൻ അമേരിക്ക ആവാൻ പോകുന്നില്ല എന്ന്. അതിന് ആ ഒരു ക്യാരക്ടർ ലെഗസി ഉണ്ട്, അതുണ്ടെങ്കിൽ മാത്രമേ ആവാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ ജോൺ വാക്കർ എന്ന് പറഞ്ഞ ഒരുത്തന് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ സീറം കൊടുത്തിട്ട് പുള്ളി എന്താ കാണിച്ചു കൂട്ടിയെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഷീൽഡിനെ തന്നെ അപമാനാക്കി കളഞ്ഞവൻ. ഈ സീരീസിൻ്റെ മെയിൻ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ വില്ലനാണ്. കാരണം ആ വില്ലനുള്ളൊരു പൊട്ടൻഷ്യൽ ആ വില്ലനാണെന്ന് തോന്നണമല്ലോ, എന്നാലല്ലേ ഹീറോയ്ക്കുള്ളൊരു വെയിറ്റ് വരത്തുള്ളൂ. ആ ഒരു വില്ലൻ്റെ പൊട്ടൻഷ്യൽ ഈ സീരീസിൽ കുറവായിരുന്നു. പിന്നെ ഇതിൽ പലർക്കും ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക സൂപ്പർ സോൾജർ സിറം കൊടുത്തപ്പോൾ പുള്ളി ആദ്യം മെലിഞ്ഞ് കൊള്ളി പോലെയല്ല ഉണ്ടായിരുന്നു, പിന്നെ എങ്ങനെ പുള്ളി ജിമ്മനായി മാറിയെന്നൊക്കെ. അതേപോലെ തന്നെ ഈ സീരീസിൽ സൂപ്പർ സോൾജർ സിറം കിട്ടിയവരൊക്കെ നോർമലായിട്ടുള്ള അവരുടെ ആ നോർമൽ ഫോമിൽ തന്നെയാണുള്ളത്. നമ്മുടെ ജോൺ വോക്കറിൻ്റെ ബോഡിയിൽ വലിയ മാറ്റമൊന്നുമില്ല, പവർ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത് ഇംപ്രൂവ്ഡ് വെർഷനാണ്. ഫസ്റ്റ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് കൊടുത്തിട്ടുള്ളത് ടെസ്റ്റ് വെർഷനാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ പുള്ളീനെ മാറ്റിയത്. ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഫാൽക്കൺ ആൻഡ് ദ വിൻ്റർ സോൾജർ ആണ് ഇപ്പോൾ നമ്മുടെ ഈ ക്യാപ്റ്റൻ അമേരിക്ക ഈ ഫാൽക്കണെ വെച്ചിട്ട് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പടത്തിന് പകരം ഫാൽക്കൺ ആൻഡ് ദ വിൻ്റർ സോൾജർ എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മുടെ ഫാൽക്കൻ്റെ കയ്യിൽ ഷീൽഡ് ഉള്ള പോലെ തന്നെ ഒരു പടം ഇറക്കിയാൽ മതിയായിരുന്നു. അതന്നെ അത്യാവശ്യം നല്ലതായിട്ട് കൂടിയേനെ. ഇപ്പോൾ ഇത് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡും കൊടുത്ത് പുള്ളിനെ ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് അനൗൺസും ചെയ്ത്, പക്ഷേ നാട്ടുകാർ ഫാൻസ് മൊത്തം പുള്ളിനെ ക്യാപ്റ്റനായിട്ട് അക്സെപ്റ്റും ചെയ്തിട്ടില്ല. ഫാൽക്കൺ ക്യാപ്റ്റൻ്റെ ഷീൽഡും കൊണ്ട് നടക്കുന്ന പോലെ തന്നെ എല്ലാവരും പറയുന്നുള്ളൂ. ഇപ്പോൾ വേറെ നിവർത്തിയില്ലാതെ ക്യാപ്റ്റനെ തന്നെ തിരിച്ച് കൊണ്ടുവരേണ്ടി വരികയും ചെയ്തു. പിന്നെ ഇതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ എക്സ്മെൻസിൻ്റെ ഒക്കെ കുറച്ച് ഹിൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ മദ്രിപ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെയാണ് നമ്മുടെ വുൾവറിനൊക്കെ മെയിനായിട്ട് തമ്പടിക്കുന്ന സ്ഥലം. അങ്ങനെ അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സ്ഥലങ്ങളൊന്നും മൊത്തമായിട്ട് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാതെ ജസ്റ്റ് അങ്ങോട്ട് മേലോട്ടത്തിൽ അങ്ങ് കടന്നുപോയി, അത്രേ ഉള്ളൂ. സത്യം പറയുകയാണെങ്കിൽ ഇത്
ക്ലിയർ ആയിട്ട് നമ്മുടെ മൾട്ടിവേഴ്സ് ആയിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, ഈ ക്യാപ്റ്റൻ വിൻ്റർ സോൾജർ ഇവരുടെയൊക്കെ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീരീസ് അത്ര തന്നെ ഉള്ളൂ എനിക്ക് തോന്നുന്നു കണ്ടിട്ട്, അല്ലാതെ വലിയ മെച്ചമൊന്നുമില്ല. അടുത്ത പടമാണ് ബ്ലാക്ക് വിഡോ. ആക്ച്വലി ഈ പടം പൊട്ടി പാളിസായിപ്പോയൊരു പടമാണ്. ഈ പടം ഇങ്ങനെ പൊട്ടാൻ തന്നെ കാരണം ഇതിൻ്റെ മിസ്പ്ലേസ്മെൻ്റ് ആണ്. അതായത് എൻ ഗെയിമൊക്കെ കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബ്ലാക്ക് വിഡോയുടെ ഈ സ്റ്റാൻഡ് അലോൺ പടം തന്നെ വരുന്നത്. ആക്ച്വലി ഈ പടം ഇറങ്ങേണ്ടിയിരുന്നത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിന് ശേഷം ഇൻഫിനിറ്റി വാറിന് മുമ്പായിരുന്നു. കാരണം ആ ഒരു ടൈം ലൈനിലുള്ള സ്റ്റോറിയാണ് ഇതിൽ പറയുന്നതും. ഐ മീൻ സിവിൽ വാറിന് ശേഷമുള്ള നമ്മുടെ ബ്ലാക്ക് വിഡോയുടെ ആ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നതൊക്കെ. പിന്നെ ഇതിന് മുമ്പ് നമ്മുടെ ഹോക്കോയും ബ്ലാക്ക് വിഡോയും ചെയ്തിട്ട് ബൂഡപ്പെസ്റ്റിൽ എന്തോ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയ സംഭവമൊക്കെ നമ്മുടെ അവഞ്ചേഴ്സ് പടത്തിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിൽ പറയുന്നു വിചാരിച്ചു, അതൊന്നും ഇതിൽ കാണിച്ചിട്ടുമില്ല. ഇതിൻ്റെ മെയിൻ ഒരു ഡ്രോബാക്ക് തന്നെ ഓൾറെഡി എൻ ഗെയിമിൽ എന്തായാലും നമ്മുടെ ബ്ലാക്ക് വിഡോ ചത്ത് കഴിഞ്ഞു. ഇതിലെന്താണ് ചത്തവളുടെ കഥയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഐ മീൻ ഒരു ഒറിജിൻ സ്റ്റോറി പോലത്തെ ഒരു സാധനമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഒട്ടുമിക്ക എല്ലാവരും ഇത് കാണാതെ പോയത് തന്നെ. സത്യം പറയുകയാണെങ്കിൽ മൾട്ടിവേഴ്സ് സാഗയായിട്ട് ഇത് കാണേണ്ട ഒരു ബന്ധവുമില്ല. കാരണം അതും തമ്മിൽ ഒരു ബന്ധവുമില്ല. കാരണം ഇൻഫിനിറ്റി സാഗയിൽ വരേണ്ട ഒരു പടമായിരുന്നു, അത് മാറി എൻ ഗെയിമിൻ്റെ ഈ മൾട്ടിവേഴ്സ് സാഗയിൽ വന്നുപോയി. പിന്നെ വില്ലൻസ് ആയിട്ട് പറയാൻ വേണ്ടി കാര്യമായിട്ടൊന്നും ഇല്ലെന്നാ. ആ ടാസ്ക് മാസ്റ്ററുടെയൊക്കെ എൻ്റെ പൊന്നോ, ടാസ്ക് മാസ്റ്ററിനെ എന്തായാലും തണ്ടർബോൾട്സിൽ തൊട്ടങ്ങ് കൊന്നു കളഞ്ഞു. പക്ഷേ ടാസ്ക് മാസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ വേണമെങ്കിലും മൂവ്മെൻറ്റ്സും അതേപോലെ കോപ്പി ചെയ്തിട്ട് അവർക്കെതിരായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടറാണ്. കോമിക്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൽ ക്യാരക്ടേഴ്സാണ്, പക്ഷേ ഇതിൽ ഒരു റോബോട്ടിനെ പോലെ ഒരു ഫീമെയിൽ ക്യാരക്ടറാക്കി മാറ്റി. പിന്നെ അവൾ മാനസനാഥൻ വരുന്ന പോലെയൊക്കെ കാണിച്ചു, വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇതിൻ്റെ വി എഫ് എക്സ് എൻ്റെ പൊന്നോ പട്ടു മോശമായിരുന്നു. കാരണം ഒട്ടുമിക്ക ആൾക്കാരൊന്നും ഇതിന് വലിയ ഹൈപ്പും ഇല്ലായിരുന്നു, ഇത് കാണാൻ വലിയ ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. അതേപോലെ തന്നെ പടവും പൊട്ടും ചെയ്തു. ഇനി ഇത് കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാണേണ്ട ആവശ്യമില്ല. കാരണം ഇതും നമ്മുടെ മൾട്ടിവേഴ്സ് സാഗയായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം ഓൾറെഡി ആ ക്യാരക്ടർ മരിച്ചു കഴിഞ്ഞു. പിന്നെ നിങ്ങളൊരു ബ്ലാക്ക് വിഡോയുടെ ഫാനൊക്കെ ആണെങ്കിൽ ഇത് കാണുന്നത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വലിയതൊന്നുമില്ല. പിന്നെ അടുത്തതാണ് നമ്മുടെ ഷാങ്ചി. ആക്ച്വലി ഇത് മാർവലിൻ്റെ കുറേ കാലത്തിന് ശേഷമുള്ള വലിയൊരു സക്സസ് തന്നെയായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു ഫ്രഷ്നെസ്സാണ്. കാരണം എപ്പോൾ നോക്കിയാലും അമേരിക്കയിൽ അവർ അറ്റാക്ക് ചെയ്യാൻ വന്നു, അമേരിക്കയിൽ ഇവർ അറ്റാക്ക് ചെയ്യാൻ വന്നു, അമേരിക്കനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ നടന്ന് അമേരിക്ക എന്ന് പറഞ്ഞിട്ടാണ് മൊത്തം ഈ അവഞ്ചേഴ്സിൻ്റെ സ്റ്റോറി നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷേ ഇതിൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു സ്ഥലം ചൈന അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങൾ കാണിച്ചപ്പോൾ തന്നെ ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മാത്രം വേറെ തന്നെ ഒരു ഫാൻറ്റസി മൂഡിലാണ് ഈ പടം തന്നെ പോയിട്ടുള്ളത്. പിന്നെ ആക്ഷൻ സീക്വൻസസ് ആണെങ്കിൽ അതും കിടിലായിരുന്നു. പടം അറൗണ്ട് 700 മില്യൺസ് എങ്ങാനും ഗ്ലോബലി കളക്ട് ചെയ്തെന്നൊക്കെയാണ് എൻ്റെ അറിവ്. ആക്ച്വലി ഒരു ഒറിജിൻ സ്റ്റോറി പറയുന്ന രീതിക്ക് നല്ലൊരു പടമാണ്. എന്തായാലും നിങ്ങളെല്ലാവരും കണ്ടിരിക്കണം. കാരണം പുള്ളിക്ക് എന്തായാലും ഡൂംസ്ഡേയിലും സീക്രട്ട് വാർസിലൊക്കെ റോളുണ്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ അണ്ണൻ ലോക്കി, അതായത് ലോക്കി സീസൺ 1. ആക്ച്വലി അവഞ്ചേഴ്സ് എൻ ഗെയിം കഴിഞ്ഞപ്പോൾ ഇനി മാർവൽ എന്ത് നോക്കിയാണ് പോകാൻ വേണ്ടി പോകുന്നതെന്ന് എല്ലാവർക്കും ഓരോ ഡൗട്ട് ഉണ്ടായിരുന്നു. ആ ടൈമിലാണ് ഈ ലോക്കി വാണ്ടാവിഷൻ പോലുള്ള സീരീസൊക്കെ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വാണ്ടാവിഷൻ ഒക്കെ വാണ്ടനെ കുറിച്ചുള്ള സ്റ്റോറി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് കഥ എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ലോക്കി ഓൾറെഡി മരിച്ച ക്യാരക്ടറല്ലേ, ഈ ലോക്കിനെ വെച്ചിട്ട് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഒട്ടുമിക്ക വലിയ ആൾക്കാർക്കും വലിയ ഹൈപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ സീരീസ് തുടങ്ങിയപ്പോൾ അതെല്ലാം നേരെ തലകുത്തനെ അങ്ങ് മാറി. കാരണം ഓൾറെഡി മരിച്ചൊരു ക്യാരക്ടർ ടൈം ട്രാവൽ ചെയ്തിട്ട് ഒരു വേരിയൻ്റായി മാറി. അങ്ങനെ ആ വേരിയൻറ്റ് മൊത്തം മൾട്ടിവേഴ്സിനെ തന്നെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. സത്യം പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ മൾട്ടിവേഴ്സ് ആകയിൽ മൾട്ടിവേഴ്സിനെ ബന്ധിപ്പിച്ചിട്ട് ശരിക്കും വന്നിട്ടുള്ള ഒരു പടം തന്നെ വേണമെങ്കിൽ പറയാം. പടമല്ല, പ്രൊജക്റ്റ്, ഐ മീൻ സീരീസ്. സോ ഇതിനെക്കുറിച്ച് മോശമായിട്ട് പറയാനൊന്നുമില്ല, നല്ലത് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും കാണേണ്ട ഒരു സാധനമാണ്. അടുത്തതാണ് എറ്റേണൽസ്. ആക്ച്വലി എറ്റേണൽസ് ഒരുപാട് പേർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ പടം ഇഷ്ടപ്പെട്ടു. കാരണം ഒരു അവഞ്ചേഴ്സ് ലെവൽ ടീം എന്നുള്ള രീതിക്കായിരുന്നു ഈ എറ്റേണൽസ് പടത്തിനെ ഓൾറെഡി പ്രൊമോഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് എൻ ഗെയിം, ഇൻഫിനിറ്റി വാർ പോലുള്ളതൊക്കെ ഇത്രയും ഫൈറ്റ്സ് നടക്കുമ്പോൾ ഈ എറ്റേണൽസൊക്കെ എവിടെ പോയി കിടക്കായിരുന്നു. അതിനുള്ള ഉത്തരം ആ പടത്തിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഹ്യൂമൻസുമായിട്ടുള്ള ഈ സംഭവങ്ങളിലൊന്നും ഈ എറ്റേണൽസ് ഇൻ്റർഫിയർ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഓർഡർ ഉണ്ടായിരുന്നു. കാരണം അവർ റോബോട്ട്സ് ആണല്ലോ. ഒരുപാട് പേർക്ക് ഈ പടം വർക്കാവാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ലൊരു സൂപ്പർ ഹീറോ പടമായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം ഒരു സ്റ്റാൻഡ് അലോൺ രീതിക്ക് അത് ഫീൽ ആവും. ഈ ഒരു പടം ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ എറ്റേണൽസ് 2 ക്യാൻസലായി. ആ എറ്റേണൽസിൽ കാണിച്ചിരിക്കുന്ന അതിൻ്റെ ബാക്കി എന്താണെന്നും അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായിരുന്നെന്നും ഒരു വിവരമില്ല. ആക്ച്വലി ഈ എറ്റേണൽസ് എങ്ങനെ ഹിറ്റായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ബ്ലാക്ക് നൈറ്റിനെയും ബ്ലേഡിനെയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഒരു പടം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ എറ്റേണൽസിൻ്റെ എൻഡിങ്ങിൽ നമ്മുടെ ജോൺസ്നോ പോയിട്ട് ആ ബ്ലേഡ് എടുക്കാൻ പോകുന്ന പോലെയും പുള്ളീനെ പെട്ടെന്ന് ആരോ വിളിക്കുന്ന പോലെയൊക്കെ ഉണ്ട്. അത് നമ്മുടെ ബ്ലേഡാണെന്ന് ഓൾറെഡി കൺഫേം ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ ഇതെങ്ങനെ ഹിറ്റായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ 2 പടങ്ങളും വന്നേനെ. മാത്രമല്ല അതിൽ കാണിച്ചിരിക്കുന്ന നമ്മുടെ സെലസ്റ്റിയൽ, ഐ മീൻ ആ ഐസായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന സെലസ്റ്റിയലിനെ പിന്നെ നമ്മൾ കാണുന്നത്
ഈ ഫേസ് 5 ഓൾമോസ്റ്റ് എൻഡ് ആയിട്ടുള്ള ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിലാണ്. മാത്രമല്ല ഇതിൻ്റെ കാസ്റ്റും അത്രയ്ക്ക് ഹെവി ആയിരുന്നു. നമ്മുടെ ജപ്പാൻ്റെ ഡോൺ ലീ, ഏഞ്ചലിന ജോളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വലിയ സ്റ്റാർ കാസ്റ്റൊക്കെ ഈ പടത്തിലുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും പടം ഒരുപാട് പേർക്ക് വർക്കായില്ല. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മോശം പടം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, നല്ലൊരു പടമാണ്. കാണാൻ താല്പര്യമുള്ളവരൊന്ന് കാണുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് കണ്ടാലേ നമുക്ക് ഡൂംസ്ഡേ മനസ്സിലാവുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഇത് കണ്ടില്ലെങ്കിലും മനസ്സിലാവും. പക്ഷേ എന്തുകൊണ്ട് ആ സെലസ്റ്റിയൽ അങ്ങനെ കല്ലായി മാറി എന്നൊക്കെയുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന് ഈ പടം കാണുന്നത് നല്ലതായിരിക്കും. പിന്നെയാണ് നമ്മുടെ ഹോക്കോയുടെ സീരീസ് വരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹോക്കോയിനെ പോലെ ഗതികെട്ട ഒരു ഹീറോ വേറെ ഉണ്ടാവത്തില്ല. കാരണം കുറേ കാലത്തിന് ശേഷമാണ് പുള്ളിക്ക് ഒരു സ്റ്റാൻഡലോൺ ആയിട്ടുള്ള ഒരു സീരീസ് തന്നെ വരുന്നത്. എന്നാൽ ആ സ്വന്തം സീരീസിൽ ഒരു സൈഡ് ക്യാരക്ടറായി മാറേണ്ടി വന്ന ഒരു ഗതികേടാണ് പുള്ളിയുടെ. കാരണം ഹോക്കോയ് എന്നുള്ള പേരും വെച്ചിട്ട് ഒട്ടുമിക്ക എല്ലാവരും വിചാരിക്കുന്നത് എന്താ, പുള്ളിയുടെ കഥയായിരിക്കും. പുള്ളി എന്താണ് ചെയ്ത് കൂട്ടുന്നതെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും എല്ലാവർക്കും താല്പര്യം. പക്ഷേ ഇതിൽ മെയിനായിട്ട് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കേറ്റ് ബിഷപ്പിനെയാണ്. അതായത് ന്യൂ അവഞ്ചേഴ്സിനുള്ള ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സംഭവം തന്നെ തുടങ്ങിയിട്ടുള്ളത്. പെട്ടെന്ന് ആ കേറ്റ് ബിഷപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ഹോക്കോയിൻ്റെ ഒരു മെൻറ്ററായിട്ട് ഹോക്കോയിനെ ഒരു മെൻറ്ററാക്കി വെച്ചിട്ട് അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ രീതിക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. സംഭവം പാളിപ്പോയി. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ മിസ് മാർവലിലുള്ള മാർവലുള്ള ഇമാൻ വെലാനി ഡൂംസ്ഡേയിലുണ്ടെന്ന് ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇൻ്റർവ്യൂവിലൊക്കെ അവൾ തന്നെ വിളിച്ച് പറയുന്നൊക്കെ ഉണ്ട്. സോ ഈ കേറ്റ് ബിഷപ്പ് അതിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവൾ തന്നെയാണ് നമ്മുടെ കേറ്റ് ബിഷപ്പിനെ പോയി മീറ്റ് ചെയ്തിട്ട് ന്യൂ അവഞ്ചേഴ്സ് ഫോം ചെയ്യുന്ന പോലെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സീരീസ് ആയിരുന്നു. കാരണം ഹോക്കോയ്ക്ക് വേണ്ടി പേരിട്ടിട്ട് നമ്മുടെ കേറ്റ് ബിഷപ്പിനാണ് മെയിനായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഒരു സീരീസിൻ്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെയാണ് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ടു ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്. ആക്ച്വലി കോമിക്കോണിൽ ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ടു ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പേര് എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്. അതായത് ഡോക്ടർ സ്ട്രേഞ്ച് ഒരുപാട് മൾട്ടിവേഴ്സുകളിൽ പോകാൻ വേണ്ടി പോവാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ മൾട്ടിവേഴ്സിനെ ബന്ധപ്പെട്ടിട്ട് മൊത്തം മൾട്ടിവേഴ്സ് ആകെയിൽ തന്നെ മൾട്ടിവേഴ്സിനെ ശരിക്കും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പടമായിട്ട് ഇത് വരുന്നൊക്കെയാണ് നമ്മുടെ കെവിൻ ഫെയ്ഗിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പടം വന്നപ്പോൾ മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു. കാരണം പടം മൊത്തത്തിൽ അങ്ങ് വിചാരിച്ച പോലെയല്ല വന്നിട്ടുള്ളത്. കാരണം ഇതിൻ്റെ തുടക്കത്തിലുള്ള സ്റ്റോറിയും ഇതിൻ്റെ ഡയറക്ടറും തന്നെ വേറെ തന്നെ ആളായിരുന്നു. അങ്ങനെ പുള്ളി അതിൽ നിന്ന് മാറി പിന്നെയാണ് നമ്മുടെ സ്പൈഡർമാൻ 1, 2 ഒക്കെ ഡയറക്ടറായിട്ടുള്ള നമ്മുടെ സാം റൈമി ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നതും പുള്ളിയുടെ രീതിക്ക് ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ഈ പടം കൊണ്ടുവരുന്നത്. അങ്ങനെ പുള്ളി എടുത്തപ്പോൾ എന്ത് പറ്റി, ഓൾമോസ്റ്റ് നമ്മുടെ വാണ്ടേനെ ഒരു വില്ലൻ ക്യാരക്ടറാക്കി തന്നെ മാറ്റി. ഒരു ഹൊറർ മൂവി പോലെയാണ് ഈ പടം എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൽ ഇൻക്വേഷനെ കുറിച്ചൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും എവിടെയോ ഒരു പ്രശ്നം പോലെ. മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് 1 or 2 യൂണിവേഴ്സ് മാത്രമേ ഇതിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുള്ളൂ. ആകെ ഒരു യൂണിവേഴ്സ് നമ്മുടെ എക്സ്മെൻ്റെ നമ്മുടെ ആ ഇലൂമിനാട്ടിയുള്ള യൂണിവേഴ്സും പിന്നെ ആ ഡോക്ടർ സ്ട്രേഞ്ച് ഈ സിനിസ്റ്റർ സ്ട്രേഞ്ചുള്ള നമ്മുടെ ഈവിൾ ഡോക്ടർ സ്ട്രേഞ്ചുള്ള ആ യൂണിവേഴ്സും. പിന്നെ ഇതിൽ മെയിൻ ഒരു പ്രശ്നം തന്നെ ഫൈറ്റ് എന്ന് പറയാനോ വില്ലനായിട്ട് പറയാനോ ഹീറോ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ഇതിലൊന്നും ചെയ്യുന്നതന്നെ ഇല്ല. കാരണം സോസർ സുപ്രീം അല്ല, പക്ഷെ നമ്മുടെ ഒരു മനസ്സിൽ പുള്ളി സോസർ സുപ്രീം ആണല്ലോ. അങ്ങനെയുള്ള പുള്ളി വാണ്ടയുടെ കയ്യിൽ നിന്ന് ജീവനും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടം നിർത്തുന്നേ ഇല്ല, പുള്ളി അങ്ങ് ഓടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ആ ടൈമിലാണ് മാർവലിൻ്റെ ഈ ക്ലീശ പരിപാടി തുടങ്ങിക്കൊണ്ടിരുന്നത്. അതായത് വില്ലനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഈ പരിപാടി. കാരണം വാണ്ടേനെയൊന്നും വില്ലനായിട്ട് അങ്ങനെ കൊല്ലാനും പറ്റത്തില്ല, അവളെ നന്നാക്കും വേണം. അങ്ങനെയാണ് ഈ ക്ലീശ പരിപാടി ഇതിൽ തുടങ്ങാൻ തുടങ്ങി. അതായത് നമ്മുടെ മിസ് മാർവൽ അതായത് സ്ഥിരം സൂപ്പർ ഹീറോ മൂവീസിലൊക്കെ കണ്ടുവരുന്ന ഒരു ക്ലീശ പരിപാടി. ഒരാൾ മോട്ടിവേഷൻ കൊടുത്തിട്ട് അവളുടെ പവർ മനസ്സിലാക്കിയിട്ട് നമ്മുടെ വാണ്ടേനെ തെറ്റ് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. അവൾ വാണ്ടയാണെങ്കിൽ മാനസാന്തരം വന്നിട്ട് അവളുടെ തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് സ്വയം ചാവുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത്. ചത്തിട്ടുണ്ടാവില്ല, അത് വേറെ കാര്യം. മൾട്ടിവേഴ്സിനെ മൊത്തം എക്സ്പ്ലോർ ചെയ്യുന്ന പോലെ ഇതിലൊരു സീനുണ്ട്. അതായത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ഒരുപാട് യൂണിവേഴ്സുകളിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ ജമ്പായി പോണ പോലെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രെയിലറിലൊക്കെ നമ്മളത് കണ്ടപ്പോൾ ഇത്ര യൂണിവേഴ്സിലൊക്കെ ഡോക്ടർ സ്ട്രേഞ്ച് പോവാണ്, ഇത് കിടിലം പടമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ആ ട്രെയിലർ കണ്ട അതേ സാധനം തന്നെ പടത്തിലും എടുത്ത് വെച്ചിട്ടുള്ളൂ. പിന്നെ അടുത്തതാണ് നമ്മുടെ വാട്ട് ഇഫ് സീരീസ്. ആക്ച്വലി ഇത് ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സുകളിൽ ഒരുപക്ഷെ നമ്മുടെ ഹീറോസ് എടുക്കുന്ന തീരുമാനങ്ങൾ വേറെ രീതിക്കായിക്കഴിഞ്ഞാൽ ആ യൂണിവേഴ്സുകളിൽ എങ്ങനെയൊക്കെ ആയിരിക്കും സ്റ്റോറി നടക്കാന്നുള്ള രീതിക്കാണ് ഈ വാട്ടിഫിൻ്റെ കോൺസെപ്റ്റ് തന്നെ മാർവൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഈ വാട്ടിഫിലൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ പുള്ളി നമ്മുടെ ക്രിസ്റ്റ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്നുള്ള രീതിക്കായിരുന്നു ആ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ആ എപ്പിസോഡ് ഉണ്ടായിട്ടുണ്ടാവുക. ആ മൊത്തം സീരീസ് എൻഡ് ആകുമ്പോഴാണ് മനസ്സിലാകുന്നത് ഡോക്ടർ സ്ട്രേഞ്ച് എത്രത്തോളം മൾട്ടിവേഴ്സിൽ പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന്. ആ
ആ ഒരു എപ്പിസോഡിന് ശേഷം ആ ഒരു മൊത്തം സീരീസിന് ശേഷമാണ് ഈ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ പടം തന്നെ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ആ ഒരു കാര്യം ഈ ഒരു മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന് ഒരു വലിയ ബൂസ്റ്റായിരുന്നു. കാരണം ഇത്രയും സൂപ്പർ ഓവർപവർഡായിട്ട് വാട്ടിഫിൽ കാണിച്ചിട്ടുള്ള നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനെ എന്തായാലും സൂപ്പർ ഓവർപവർഡായിട്ട് ആയിരിക്കും ആ പടത്തിലും കാണിക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ നേരെ ഓപ്പോസിറ്റായിട്ടാണ് സംഭവിച്ചത്. കാരണം ആ യൂണിവേഴ്സിൽ കാണിച്ചിരിക്കുന്ന ആ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ആ വാട്ടിഫിൽ കാണിച്ചിരിക്കുന്ന ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ 7 അയലത്ത് പോലും നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് വരത്തില്ല. വാട്ട് ഇഫ് സീസൺ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലൊന്നും കണക്റ്റഡ് ആയിരുന്നു. അതായത് 6-7 എപ്പിസോഡ് ഓരോരോ സിംഗിൾ സ്റ്റോറി പോലെ പറഞ്ഞിട്ട് ബാക്കിയുള്ള 2 എപ്പിസോഡിൽ മൊത്തത്തിൽ കണക്ട് ചെയ്ത് ഒരു അവഞ്ചേഴ്സ് എൻഡ് ഗെയിം പോലെ ഒരു പരിപാടിയാണ് ഇവർ ഒപ്പിച്ചിട്ടുള്ളത്. പക്ഷേ സീസൺ 2ലേക്കും 3ലേക്കും വരുമ്പോൾ എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടില്ല. കാരണം മാർവലിൻ്റെ സ്ഥിരം ഫെമിനിസം പരിപാടി അതിലേക്ക് കൊണ്ടുവന്നിട്ട് മൊത്തത്തിലങ്ങ് മാറ്റിക്കളഞ്ഞു. പക്ഷേ എന്നാലും കണ്ടിരിക്കാം. ക്യാപ്റ്റൻ മാർവലിൻ്റെ ആ ക്യാരക്ടർ, നമ്മുടെ ക്യാപ്റ്റൻ കാർട്ടറിൻ്റെ ആ ആർക്ക് കൊള്ളായിരുന്നു. സോ ടൈം പാസിന് ഈ വാട്ടിഫ് നമ്മുടെ ഈ സ്റ്റോറീസൊക്കെ എന്താണ്, വേറെ യൂണിവേഴ്സിലുള്ള ഡോക്ടർ സ്ട്രേഞ്ച്, വേറെ യൂണിവേഴ്സിലുള്ള ഹീറോസൊക്കെ എന്ത് തരത്തിലുള്ള തീരുമാനം എടുത്ത യൂണിവേഴ്സ് മാറുന്നുള്ള സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കാണുന്നത് നല്ലതായിരിക്കും. പിന്നെയാണ് നമ്മുടെ മെയിൻ സാധനം വരുന്നത്, സ്പൈഡർമാൻ നോ വേ ഹോം. ആക്ച്വലി ഈ പടത്തിനെ പറ്റി കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ പൊങ്കാലയിടും. കാരണം കുറ്റം പറയാൻ വേണ്ടി മാത്രം ഒന്നുമില്ല ഈ പടത്തിൽ. കാരണം ഫാൻസുകളൊക്കെ എന്താണോ ആഗ്രഹിച്ചത് അത് നമ്മുടെ സോണി തന്നു കഴിഞ്ഞു. മാർവലിൽ മൊത്തത്തിൽ ഫാൻസ് എന്തൊക്കെയാണോ പറഞ്ഞത് അതൊക്കെ തന്നു കഴിഞ്ഞു. അതായത് ഒരു ലൈവ് ആക്ഷൻ പടത്തിൽ 3 സ്പൈഡർമാനൊക്കെ ഒരുമിച്ച് കാണാമെന്ന് പറയുന്നതൊക്കെ ചെറിയ സംഭവമാണോ? ട്രെയിലറിൽ തന്നെ ഒരുപാട് ഹിൻസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതങ്ങനെയല്ല. കുറേ ഫോട്ടോസൊക്കെ ലീക്കായപ്പോൾ തന്നെ നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാൻ സ്യൂട്ടിൽ നിൽക്കുന്ന പോലെ കുറേ ഫോട്ടോസൊക്കെ ലീക്കായിട്ടുണ്ടായിരുന്നു. അതങ്ങനെയല്ല, അതൊക്കെ ഡീപ്പ് ഫേക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറേ ഉരുണ്ട് പറഞ്ഞായിരുന്നു. പിന്നെ പടം ഇറങ്ങിയപ്പോൾ പുള്ളിക്കൊന്നും പറയാനില്ല. അത് ഞാൻ അഭിനയിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുറേ തള്ളക്കൊണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ തന്നെ ഇതിൻ്റെ മിസ്പ്ലേസ്മെൻ്റ് ആയിപ്പോയി. കാരണം നോ വേ ഹോമിന് ശേഷമാണ് നമ്മുടെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് വരുന്നത് തന്നെ. അതായത് ഈ നോ വേ ഹോമിൻ്റെ ഇമ്പാക്റ്റ് ആ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിലുണ്ട്. കാരണം നോ വേ ഹോമിൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആ സ്പെല്ലൊക്കെ ഇട്ടതിന് ശേഷമാണ് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് നടക്കുന്നത് തന്നെ. സോ ഇത് അത്യാവശ്യം നല്ലൊരു പടം, അത്യാവശ്യം നല്ല ഒരു OG പടമാണ്, എന്തായാലും കാണണം. പിന്നെ ഒരു സീരീസാണ് നമ്മുടെ മൂൺ നൈറ്റ്. ആക്ച്വലി മൂൺ നൈറ്റ് ഒരു കിടിലെന്ന് വെച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഷോസ് ആയിരുന്നു നമ്മുടെ മാർവൽ ഇറക്കിയിട്ടുള്ളത്. കാരണം വില്ലനായാലും നമ്മുടെ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആയാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ഓസ്കാർ ഐസക്കിൻ്റെ ആക്ടിങ്. കാരണം പുള്ളി 2 ക്യാരക്ടേഴ്സും 3 ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട് മാറുമ്പോൾ പുള്ളിയുടെ ആക്ടിങ്സൊക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് പുള്ളി ജേക്ക് ക്ലോക്ലി ആയിട്ട് മാറുമ്പോഴും, പുള്ളി നമ്മുടെ സ്റ്റീഫൻ ഗ്രാൻഡ് ആയിട്ട് മാറുമ്പോഴും, പുള്ളി പിന്നെ മാർക്ക് സ്പെക്ടറായിട്ട് മാറുമ്പോഴൊക്കെ വേറെ ക്യാരക്ടേഴ്സിനെ പോലെ നമുക്കത് ഫീൽ ചെയ്യും. അത്യാവശ്യം നല്ലൊരു റിവ്യൂയും ക്രിറ്റിക്സൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഷോ ആണ്. എന്നിട്ട് എന്തുകൊണ്ട് ഇതുവരെയും ആ ക്യാരക്ടറിനെ നമ്മൾ വേറെ ഷോകളിലും വേറെ ഒരു പടത്തിലും ഒന്നും കണ്ടിട്ടില്ലാന്നും, എന്തുകൊണ്ട് ഇതിനൊരു സീസൺ 2 വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർവലിനെ അറിയുള്ളൂ. എന്തിനാണ് ഇവന്മാരിങ്ങനെ ചെയ്യുന്നത്? കാരണം ഒരാൾക്ക് ആരും ചോദിക്കാത്ത പോലും ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള വണ്ടർമാൻ്റെ ഒക്കെ സീസൺ 2 ഇവരിപ്പോൾ മാർവൽ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മൂൺ നൈറ്റിനാണെങ്കിൽ ഇതുവരെ ഒരു സീസൺ 2 അനൗൺസ് ചെയ്യുന്നത് കേട്ടിട്ട് പോലുമില്ല. സോ മാർവൽ പ്ലീസ് ബ്രിങ് ബാക്ക് മൂൺ നൈറ്റ് ബാക്ക്. പിന്നെയാണ് മാർവൽ ഫേസ് 4 ഏറ്റവും വലിയ ആറ്റം ബോംബ് വരുന്നത്, തോർ ലവ് ആൻഡ് തണ്ടർ. ആക്ച്വലി തോർ 1ഉം 2ഉം ഒക്കെ കുറച്ച് ഡാർക്ക് ടോണിലായിരിക്കും. തോറിനെ കുറച്ചുകൂടി ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു രീതിക്കായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും നമ്മുടെ ടൈക്ക വൈറ്റിറ്റി ചെയ്തിട്ടുള്ള തോർ റാഗ്നറോക്ക്. കുറച്ചും കൂടി കളർഫുള്ളായിട്ട് കുറച്ചും കൂടിയൊക്കെ കോമഡിയൊക്കെ ചേർത്തിട്ടുള്ള രീതിക്കായിരിക്കും നമ്മുടെ തോറിന് അതിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ ഇതുവരെ കാണാത്ത രീതിക്കുള്ള ഒരു തോർ ആയതുകൊണ്ട് തന്നെ ആ ടൈമിൽ അത് ഓഡിയൻസിനൊക്കെ നല്ല രീതിക്ക് അങ്ങ് വർക്കായി, കോമഡി അത്യാവശ്യം വർക്കായി. സോ വലിയൊരു ഹിറ്റായിട്ട് തന്നെ അത് മാറി. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവർ അതേ ഫോർമുലയിൽ തോർ ലവ് ആൻഡ് തണ്ടറും എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷെ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയത്. കാരണം പടത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊരു കോമഡി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പടം തന്നെ ഒരു കോമഡി ആയിപ്പോയി എങ്ങനെ ഇരിക്കും? അതാണ് ഈ പടം. അതായത് ഈ പടം കണ്ടതിന് ശേഷം മൊത്തത്തിൽ ഫാൻസ് തന്നെ പറയാൻ തുടങ്ങി തോർ 1ലും ഡാർക്ക് വേൾഡിലൊക്കെ കണ്ടിട്ടുള്ള ആ പഴയ തോറിന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലും സ്ഥിര ക്ലീഷ ഫോർമാറ്റ് തന്നെയാണ് കൊണ്ടുവരുന്നത്. അതായത് വില്ലൻ നന്നാവുന്ന പോലെ. ഗോർ ദ ഗോഡ് ബുച്ചറൊക്കെ എത്ര വലിയ ടെറർ വില്ലനാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? നമ്മുടെ 3 ടൈം ലൈൻസിലുള്ള തോറ്, പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ തോറ്, ഇവർ 3 പേര് ഒരുമിച്ച് ചേർന്നിട്ട് പോലും നമ്മുടെ ഈ ഗോർ ദ ഗോഡ് ബുച്ചറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ തോർ ദ ഗോഡ് ബുച്ചറിൻ്റെ ഒരു കോമിക് ഉണ്ട്, നമ്മൾ ഓൾറെഡി അത് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ കോമിക്കിൽ കണ്ടവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഗോർ ദ ഗോഡ് ബുച്ചർ എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ളൊരു വില്ലനാണെന്ന്. അങ്ങനെയുള്ളൊരു വില്ലനെ കുട്ടികളപ്പെടുത്തക്കാരനായിട്ടാണ് ഇതിൽ കാണിച്ചേക്കണേ. അതും കുഴപ്പമില്ല, ഇതിൻ്റെ VFX ഒക്കെ ഉണ്ട്, എൻ്റെ പൊന്നോ പരിതാപകരം. ഇവരെന്തിനാണ് ഈ വില്ലനെ നന്നാക്കാൻ പോകുന്നത്? വില്ലനായിട്ട് തന്നെ കാണിക്കി. ഞങ്ങൾക്ക് എന്താ വില്ലനെ മനസ്സിലാവത്തില്ലേ? നമ്മൾ താനോസിനൊക്കെ എത്ര നല്ലോണം മനസ്സിലാക്കി വെച്ചേക്കാണ്. പുള്ളി ചെയ്ത കാര്യങ്ങളിലും ഒരു ശരി ഉണ്ടായിരുന്നെന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാരാണ് ഈ ഫാൻസൊക്കെ. സോ ഈ ഗോർ ദ ഗോഡ് ബുച്ചറും പുള്ളിയുടെ മോട്ടീവ് തന്നെ വളരെ പൊട്ട ഒരു മോട്ടീവാണ്. കാരണം പുള്ളി വിളിച്ചപ്പോൾ ഗോഡ്സ് ഒന്നും വന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഈ ഗോഡ്സിനെതിരെ തന്നെ തിരിയുന്നത്.
അതിനെ പറ്റിയ പരിപാടിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലുള്ള ജനങ്ങളൊക്കെ പറയുമ്പോൾ അവിടുത്തെ മിനിസ്റ്റർമാരും ഒക്കെ അവരുടെ പ്രശ്നം തീർക്കാൻ വരില്ലേ? അങ്ങനെയാണല്ലോ എല്ലാ ജനങ്ങളും ഈ ഗോർ ദ ഗോഡ് പിക്ചറായി മാറണ്ടേ. ഇതിൽ നമ്മുടെ സ്ട്രോം ബ്രേക്കറിനൊക്കെ വെച്ചിട്ട് ഇതിൽ കോമഡി കാണിച്ചേക്കണേ. ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ പടം കൊള്ളാമായിരുന്നെങ്കിൽ നമ്മളിതൊക്കെ വിട്ടാനേ. പക്ഷെ പടവും മോശമായിപ്പോയി, അതുകൊണ്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത്. പിന്നെ അതിൽ കാണിച്ചിരിക്കുന്ന നമ്മുടെ ജ്യൂസൊക്കെ എങ്ങനെയുള്ള ക്യാരക്ടറാണ് മാർവലിൽ, ഐ മീൻ കോമിക്സിൽ, ഒരു ടെറർ സാധനമാണ്. അങ്ങനെയുള്ള പുള്ളീനെയൊക്കെ പക്ക കോമഡി പീസാക്കി കളഞ്ഞു ഇതിൽ. ആ ജ്യൂസിനെ കൊല്ലുന്നതിന് പകരം ഡിലീറ്റഡ് സീനായിട്ട് ഒരു നല്ല സീൻ ഉണ്ടായിരുന്നു. ആ നല്ല സീന് തൂക്കിയിട്ടാണ് ആ ഊള സീൻ അതിൽ വെച്ചേക്കണത്. എന്തിനാണാവോ മാർവൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പിന്നെ ഉള്ളത് നമ്മുടെ മിസ് മാർവലിൻ്റെ സീരീസാണ്. ഇപ്പോൾ ആക്ച്വലി ഇതൊരു നല്ല സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു ക്യാരക്ടറിൻ്റെ ഒറിജിൻ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു സീരീസ് ഉണ്ടാക്കിയത് ഒരു കണക്കിന് നല്ല തന്നെയാണ്. കാരണം ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്ന പൊട്ടത്തരവും വളിപ്പും കോമഡിയൊക്കെ നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. കാരണം അങ്ങനെയുള്ള ഒരു ടീനേജ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. സോ അവൾ ഇതൊക്കെ അങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ഇതൊക്കെ ചെയ്തിട്ടില്ലെങ്കിലാണ് പ്രശ്നം. പിന്നെ ഈ ഒരു സീരീസിലായിരിക്കും ഫസ്റ്റായിട്ട് നമ്മുടെ MCUവിൽ മ്യൂട്ടൻ്റ് എന്നുള്ള വേർഡൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുക. അത്യാവശ്യം നല്ലൊരു രീതിക്കാണ് ഇത് എൻഡ് ആയിട്ടുള്ളത്. ടൈം ട്രാവലും എല്ലാം കൂട്ടിക്കുവച്ച് അവസാനം കൺഫ്യൂഷൻ ആക്കിയിട്ടാണ് മൊത്തത്തിൽ എൻഡ് ആക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിക്കുള്ള സാധനമാണ്. കണ്ടിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഒരു സാമാനമുണ്ട്, ഷീഹൾക്ക്. നമ്മുടെ തോർ ലവ് ആൻഡ് തണ്ടർ ആറ്റം ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വല്ല ന്യൂക്ലിയർ ബോംബെന്ന് പറയേണ്ടി വരും. അതാണ് ഈ സാധനം. കാരണം ഇങ്ങനൊരു സാധനം എന്തിനാണ് ഇറക്കി വിട്ടത്? ആരെങ്കിലും ചോദിച്ചോ? അല്ലെങ്കിൽ ചോദിച്ചെങ്കിൽ തന്നെ ഇങ്ങനെയാണോ ഞങ്ങൾ ചോദിച്ചത്? ഷീഹൾക്കൊക്കെ എങ്ങനെയുള്ള ക്യാരക്ടറാണ്? ശരി, ഷീഹൾക്കിനെ കുറച്ച് ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് കാണിച്ചില്ലെങ്കിൽ വേണ്ട, അത്യാവശ്യം നല്ലൊരു വില്ലനെങ്കിലും കൊണ്ടുവന്നൂടെ? അതുമില്ല. അബോമിനേഷനൊക്കെ ട്രെയിലറിൽ കാണിച്ചപ്പോൾ അബോമിനേഷനൊക്കെ എന്തോ ഒരു ലെവലുണ്ടെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇതിൽ എന്തായാലും നമ്മുടെ ഹൾക്ക് വരണം. ഹൾക്കിന് ഇതിൽ കാണിച്ചാണ്. അതായത് ഹൾക്ക് 1 നമ്മുടെ ഹൾക്കും അബോമിനേഷനും തമ്മിൽ ഈക്വൽ ആയിട്ടുള്ളൊരു ഫൈറ്റ്, രണ്ടുപേരും ഒരേ സൈസിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ ഈ ഹൾക്കിൽ നമ്മുടെ ഹൾക്ക് ആകെ അബോമിനേഷൻ്റെ അരയുടെ അത്രയേ ഉള്ളൂ. കുട്ടി ഹൾക്ക് നേരെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാം പോട്ടെ, ഫിനാലെ എങ്കിലും നല്ല രീതിക്ക് കൊടുക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫിനാലെ ഒരുമാതിരി 4th വാൾ ബ്രേക്ക് ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ ഫിനാലെ എൻഡായിട്ടുള്ളത്. അതായത് ഷീഹൾക്ക് മൊത്തത്തിൽ പോസ് ചെയ്ത് മാറിയിട്ട് നമ്മുടെ മാർവലിൻ്റെ ആ സ്റ്റുഡിയോൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറി പോകുന്ന പോലെയും നമ്മുടെ കെവിൻ ഫൈഗിനെ കണ്ട് സംസാരിക്കുന്ന പോലെയൊക്കെ കാണിച്ചിരിക്കുന്നത്. കെവിൻ ഫൈഗിനെ ഒരു റോബോട്ടിനെ പോലെയൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെയൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. അവസാനം ഇതൊന്ന് കണ്ടു നിൽക്കുള്ള ത്രാണി എനിക്കില്ലായിരുന്നു. നിങ്ങൾ ആരും ഈ സാധനം കണ്ടിട്ടില്ലെങ്കിൽ കാണണ്ട, അതായിരിക്കും നല്ലത്. കാരണം ഹൾക്കിനെ പോലും നിങ്ങൾ ചിലപ്പോൾ വെറുത്തു പോകും. പിന്നെയുള്ളൊരു പടമാണ് നമ്മുടെ ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോർ എവർ. ആക്ച്വലി ഈ ഒരു ബ്ലാക്ക് പാന്തർ 2 അനൗൺസ് ചെയ്ത ടൈമിൽ നമ്മുടെ ചാത്വിക് ബോസ്മാൻ തന്നെയായിരുന്നു ഹീറോ ആയിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് പുള്ളി മരിക്കുന്നതൊക്കെ. അതിനുശേഷം പുള്ളിക്കുള്ള ഒരു കറക്റ്റ് സെൻഡ് ഓഫ് ഈ പടത്തിൽ തന്നെ കാണിച്ചു. മാർവലിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് അവരുടെ ലോഗോ തന്നെ ഇൻട്രോ ലോഗോ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ആ പുള്ളിയുടെ ആ റേഞ്ച് എന്താ അറിയുന്ന ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ അടുത്ത ബ്ലാക്ക് പാന്തറായിട്ട് ചുമ്മാ ഒരാളങ്ങ് കൊണ്ടുവരാതെ അവർക്ക് ആ ഒരു ക്യാരക്ടറിന് വേറെ ഓപ്ഷൻ ഇല്ല, ഇങ്ങനെ ആയേ പറ്റൂ, എല്ലാവരും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഈ ഒരു പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് ഈ പടം എല്ലാവർക്കും വർക്കാവാൻ തന്നെ കാരണം. ആ ഒരു ഇമോഷൻ കണക്ഷൻ ഈ ഒരു പടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഹോക്കോയ് കേറ്റ് ബിഷപ്പിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ ചുമ്മാ റങ്ക് കയറി വന്നിട്ടുള്ളതല്ല. ഇപ്പോൾ നമ്മുടെ ഷൂറിക്ക് ആ ബ്ലാക്ക് പാന്തർ ആവാനൊന്നും താല്പര്യമില്ലായിരുന്നു. അവിടെ ബ്രദറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹാർട്ട് ഷേപ്പ് വേബ് നമ്മുടെ ഷൂറി റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് തന്നെ. പക്ഷേ അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം കിൽമോങ്കർ എല്ലാം നശിപ്പിച്ച കാരണം പുള്ളി അവൾ വീണ്ടും ആർട്ടിഫിഷ്യലായിട്ട് അത് റീക്രിയേറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ നെമോറൊക്കെ വന്നപ്പോൾ വേറെ നിവർത്തിയില്ലാതെ പുള്ളിക്കാരത്തേക്ക് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു, ബ്ലാക്ക് പാന്തറായി മാറേണ്ടി വന്നു. ആ ഒരു ജസ്റ്റിഫിക്കേഷൻ ക്ലിയർ ആയിട്ട് ഈ പടത്തിലും കൺവേ ആയി. അതുകൊണ്ട് പടവും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വന്നു. സോ ചുരുക്കം പറയുകയാണെങ്കിൽ 1-2 പടങ്ങളും സീരീസുകളും ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഫേസ് 4 അത്യാവശ്യം മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കാരണം തുരിതരാ ബോംബുകളൊന്നും ഇല്ലായിരുന്നു. അവിടെ ഇവിടെയും കുറച്ചൊക്കെ ബോംബ് പൊട്ടുന്നുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് മാർവലിൻ്റെ ഡൗൺഫോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ആക്ച്വലി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. എൻഡ് ഗെയിമിന് ശേഷം മാർവൽ ഡൗൺഫോളിലല്ലേ? കാരണം താഴോട്ടല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം എൻഡ് ഗെയിം എന്ന് പറയുന്നത് മാർവലിൻ്റെ പീക്ക് ടൈമായിരുന്നു. ആ പീക്കിന് ശേഷം അവർ ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി എന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം 22 പടങ്ങൾ ഓൾമോസ്റ്റ് കണ്ടാൽ മതിയായിരുന്നു എൻഡ് ഗെയിം വരെ. പക്ഷേ ഈ ഫേസ് 1 ഫേസ് 4 5 മാത്രമായിട്ട് ഓൾമോസ്റ്റ് 22-30 പടങ്ങൾക്ക് മേലെയും സീരീസുകൾക്ക് മേലെയൊക്കെ നമുക്ക് തന്നു കഴിഞ്ഞു. ഇതൊക്കെ എവിടെ നിന്ന് കണ്ടു തീർക്കാനാ? എന്നാൽ നല്ല സാധനങ്ങളാണോ? അതുമല്ല, വെറുതെ ചവറ് പോലെ കുറേ സാധനങ്ങൾ കുറേ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സീരീസുകളും പടങ്ങളും ഇറക്കി വിട്ട പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർവലിൻ്റെ 1-2 പടങ്ങളെ ഒരു വർഷത്തിൽ ഇറങ്ങുള്ളായിരുന്നു. പക്ഷേ ഈ എൻഡ് ഗെയിമിന് ശേഷം ഒരു വർഷത്തിൽ മാർവലിൻ്റെ തന്നെ 6-7 പ്രോജക്ട്സാണ് സീരീസും പടങ്ങളുമായിട്ട് വന്നുകൊണ്ടിരുന്നത്. മെയിനായിട്ട് സീരീസുകളാണ് ഏറ്റവും വലിയ അബദ്ധമായിട്ടുള്ളത്.
സോ ഇത്രയൊക്കെയാണ് നമ്മുടെ മാർവലിൻ്റെ ഫേസ് 4 നടന്നിട്ടുള്ള പടങ്ങളും സീരീസിനെ കുറിച്ചൊക്കെ എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ നേരത്തെ നമ്മൾ ഫേസ് 5ൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ഫാൻറ്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ചൊക്കെ. ആക്ച്വലി ഫാൻറ്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നമ്മുടെ ഫേസ് 6ൻ്റെ തുടക്കത്തിലുള്ള പടമായിട്ടാണ്. സോ അതുകൊണ്ടാണ് ഫേസ് 5 അത് ഉൾപ്പെടുത്താതിരുന്നത്. സോ എന്തൊക്കെയാണെങ്കിലും ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള വീഡിയോസ് വേണ്ടെന്നൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മളതൊക്കെ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.